പണ്ടത്തെ ചെസ് ഗെയിംസ് ഒക്കെ കാണാൻ ഒരു പ്രത്യേക ചേലാണ്. അത്യുഗ്രൻ ടാക്ടിക്സുകളാണ് അന്നത്തെ കാലത്ത് എൻജിൻസ് ഒന്നും ഇല്ലാതെ ചെസ് മാസ്റ്റേഴ്സ് കളിച്ചിരിക്കുന്നത്. ഇത് അത്തരത്തിലുള്ള ഒരു ഗെയിമാണ്. കണ്ടു നോക്കിയാലോ. 1930 കോപ്പൻഹാഗനിൽ വെച്ച് നടന്ന ഒരു ഗെയിമാണിത്. ഇവിടെ വൈറ്റ് കളിക്കുന്ന ആരോൺ നിംസോവിച്ച് ആണ്. ബ്ലാക്ക് കളിക്കുന്ന എവനർ എന്ന് പറഞ്ഞ പ്ലെയർ ആണ്. നിംസോവിച്ച് തുടങ്ങുവാണ് പോൺ E4 വെച്ചിട്ട്. ബ്ലാക്ക് C6 കളിക്കുന്നു. അപ്പോൾ ഇത് കാരോക്കാൻ ഡിഫൻസ് ആണ്. പോൺ D4 കളിക്കുന്നു. D5 നൈറ്റ് C3 കളിച്ച് E4 പോണിനെ ഡിഫെൻഡ് ചെയ്യുകയാണ്. പോൺ വെച്ച് പോണിനെ എടുക്കുന്നു. നൈറ്റ് വെച്ച് എടുക്കുന്നു. നൈറ്റ് ഇവിടെ D7 വരുന്നു. ഇനിയിപ്പോൾ ബ്ലാക്കിൻ്റെ ഉദ്ദേശം ഭാവിയിൽ ഈ നൈറ്റിനെ F6 ഡെവലപ്പ് ചെയ്യാനാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. വൈറ്റ് നൈറ്റ് F3 കളിക്കുന്നു. നൈറ്റ് F6 വരുന്നു. ഇനിയിപ്പോൾ ഈ നൈറ്റ് വെച്ച് ഈ നൈറ്റിനെ എടുത്തു കഴിഞ്ഞാൽ മറ്റേ നൈറ്റ് വെച്ച് തിരികെ എടുക്കാം. ഇതാണ് ബ്ലാക്കിൻ്റെ ഐഡിയ. നൈറ്റ് G3 പോകുന്നു. ആ നൈറ്റിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ ഇവിടെ വൈറ്റ് മുതിരുന്നില്ല. പോൺ E6 കളിക്കുന്നു. ബിഷപ്പ് D3, പോൺ C5 കളിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഐഡിയ ഇനിയിപ്പോൾ പോൺ വെച്ചെങ്ങാനും എടുത്തു കഴിഞ്ഞാൽ നൈറ്റിനോ ബിഷപ്പിനോ വന്നിട്ട് ഇവിടെ ആക്ടിവേറ്റ് ആവുന്നതാണ്. ആക്ടിവേഷനുള്ള സ്ക്വയർ എല്ലാം ഇവിടെ ബ്ലാക്കിനുണ്ട്. അതുകൊണ്ട് വൈറ്റ് ജസ്റ്റ് ക്യാൻസൽ ചെയ്യുകയാണ്. ബിഷപ്പ് E7, പോൺ C3 കളിച്ച് D4 ഒന്നുകൂടെ ഒന്ന് സോൾഡിഫൈ ചെയ്യുകയാണ്. ബ്ലാക്കും ക്യാൻസൽ ചെയ്യുന്നു. റൂക്ക് E1 കൊണ്ടിരുന്നു. പോൺ B6 കളിച്ചിട്ട് ഇനി ബിഷപ്പിനെ ഒരു ലോങ് ഡയഗണലിലേക്ക് കൊണ്ടുവരാനാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. H3 കളിക്കുന്നു. ബിഷപ്പ് B7, ബിഷപ്പ് F4 വരുന്നു. അപ്പോൾ ഇനി ഈ നൈറ്റിനോ ബിഷപ്പിനോ ഏതെങ്കിലും ഈ ഒരു നൈറ്റ് ഇവിടെ ഈ ഒരു E5 സ്കോറിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യധികം പവർഫുൾ ആവും ഈ ഒരു നൈറ്റൊക്കെ. ബ്ലാക്ക് ഇവിടെ കളിക്കുവാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനെ വെട്ടിയെടുത്തു. ഇത് ഭയങ്കര ഒരു ആൻറ്റി പൊസിഷണൽ മൂവാണ്. കാരണം ഇങ്ങനെ ഒരു മൂവ് കളിച്ചവിടെ ഒന്ന് ക്വീൻ ആക്ടിവേറ്റ് ആവുകയും ചെയ്യുന്നത് മാത്രമല്ല, ഈ ബിഷപ്പ് ബ്ലാക്കിനെ സംബന്ധിച്ചൊരു തുറുപ്പ് ചീട്ടാണ്. ഒരു കാരണവശാലും ഈ ഒരു ബിഷപ്പിനെ ഒരു നൈറ്റിന് വേണ്ടി ഇവിടെ കൊടുക്കാൻ പാടില്ലായിരുന്നു. അതിന് പകരം കളിക്കേണ്ടിയിരുന്ന ബെസ്റ്റ് കണ്ടിന്യൂഷൻ ഒരുപക്ഷെ പോൺ വെച്ച് പോണിനെ എടുക്കുക എന്നുള്ളതാണ്. ഇനി എങ്ങാനും ഇവിടെ പോൺ വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഈ ബിഷപ്പ് ഇവിടെ B4 വന്നിട്ട് റൂക്കിലേക്ക് അറ്റാക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ ബ്ലാക്കിന്. പകരം പൊസിഷനിൽ എന്താണ് കളിക്കുന്നത്? ബിഷപ്പ് വെച്ചിട്ട് നൈറ്റിനെ വെട്ടിയെടുത്തു. ഇത് കളിച്ചതോടെ ഓഫ്കോഴ്സ് ക്വീൻ വെച്ച് തന്നെ വെട്ടിയെടുക്കുമല്ലോ. ക്വീൻ വെച്ചിട്ട് വെട്ടിയെടുത്തു. ഇനി ബ്ലാക്ക് കളിക്കുവാണ്. പോൺ വെച്ച് പോണിനെ വെട്ടുന്നു. പോൺ വെച്ച് പോണിനെ വെട്ടുന്നു. നൈറ്റ് ഇവിടെ സെൻട്രലോട്ട് കളിക്കുകയാണ്. D5 വന്നിട്ട് ആ ഒരു ബിഷപ്പിലേക്ക് അറ്റാക്കാണ്. പക്ഷെ ഇവിടെ വൈറ്റ് ജസ്റ്റ് ബിഷപ്പ് E4 കളിച്ചാൽ നൈറ്റിനെ പിൻ ചെയ്യാണ്. ഇപ്പോൾ ബിഷപ്പ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിഷപ്പിൽ അറ്റാക്ക് ചെയ്തെങ്കിൽ നൈറ്റ് മാറിക്കഴിഞ്ഞാൽ ആ റൂക്ക് നഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് നൈറ്റ് ഇവിടെ വന്നിട്ട് ആ മറ്റേ നൈറ്റിന് വീണ്ടും ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. അത് മാത്രമല്ല ആ ബിഷപ്പിലേക്കും അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ബിഷപ്പ് വെച്ചിട്ട് ആ നൈറ്റിലേക്ക് അറ്റാക്ക് ചെയ്യുകയാണ്. നൈറ്റ് ഓൺ F6 അറ്റാക്ക് ചെയ്യുകയാണ്. നൈറ്റ് വെച്ച് ബിഷപ്പിനെ എടുക്കുന്നു. നൈറ്റ് വെച്ച് എടുക്കുന്നു. നൈറ്റ് F6 വരുന്നു. ഇപ്പോൾ തൽക്കാലം പൊസിഷൻ ഹോൾഡ് ചെയ്യുകയാണ് ബ്ലാക്കും തോന്നാം. ഇപ്പോൾ മോറോലെസ് ഒരു ഈക്വൽ പൊസിഷനാണ് ഇവിടെ. ഇവിടെ എങ്ങനെയാണ് വൈറ്റ് തുറന്നു കയറുന്നതെന്ന് നോക്കാം. നിംസോവിച്ച് കളിക്കുവാണ്. റൂക്കിനെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയൊരു ഓപ്പൺ ഫൈലിലേക്ക് കൊണ്ടുവരികയാണ്. നൈറ്റ് ഇവിടേക്ക് വന്നിട്ട് നൈറ്റ് വെച്ച് നൈറ്റിനെ വെട്ടിയെടുക്കുകയാണ്. റൂക്ക് വെച്ചിട്ട് വെട്ടിയെടുക്കുന്നു. ഇനി റൂക്കുകളുടെ ഒരു മാമാങ്കമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ക്വീൻ D5 വന്നിട്ട് ഇപ്പോൾ ആ റൂക്കിലേക്കും അതിൻ്റെ അപ്പുറത്തേക്കുള്ള ക്വീനിലോട്ടും ഇങ്ങനെ ഒരു ലൈൻ അറ്റാക്ക് തുടങ്ങുവാണ് ബ്ലാക്ക്. റൂക്ക് C7. അപ്പോൾ 7th റാങ്കിലേക്ക് ഇവിടെ വൈറ്റ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനി വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ബ്ലാക്ക്. ബ്ലാക്ക് കളിക്കുവാണ്. ബ്ലാക്ക് ഇവിടെ ബിഷപ്പ് D6 കളിക്കുന്നത്. ആ ബിഷപ്പിനെ ചലഞ്ച് ചെയ്യാൻ നോക്കുകയാണ്. കുറച്ചും കൂടെ നല്ലൊരു നീക്കം ബിഷപ്പ് D8 കളിച്ചിട്ട് ആ ഒരു റൂക്കിനെ ഓടിച്ചു വിടുക എന്നുള്ളതായിരുന്നു. കളിയിൽ പക്ഷേ ബിഷപ്പിന് D6 കളിച്ചിട്ട് ആ റൂക്കിലേക്കും ബിഷപ്പിലേക്കും ഒരേ സമയം അറ്റാക്ക് ചെയ്യുകയാണ്. പക്ഷെ ഇവിടെ വൈറ്റിന് ഒരു സിമ്പിൾ വിന്നിങ് കണ്ടിന്യൂഷൻ ഉണ്ട്. എന്താണ്? വെറുതെ റൂക്ക് D7 കളിച്ചാൽ മതി. ഇപ്പോൾ ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ വെട്ടാൻ പറ്റില്ല. കാരണം എന്താണ്? ആ റൂക്ക് നേരെ വന്നിട്ട് ക്യൂവിനെ വെട്ടിയെടുക്കുന്നതാണ്. അപ്പോൾ എന്താണ് ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത്? ബ്ലാക്ക് കളിക്കുകയാണ്. റൂക്ക് ഇവിടെ D8 കളിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഐഡിയ ഓക്കെ, ഇപ്പോൾ റൂക്ക് വെച്ച് ബിഷപ്പിനെ എടുത്തു കഴിഞ്ഞാൽ റൂക്ക് വെച്ച് തിരികെ എടുക്കും. ബാക്കിയുള്ള പീസ് എക്സ്ചേഞ്ചുകൾ ഈക്വൽ ആവുമെന്നൊക്കെ തോന്നാം. റൂക്ക് വെച്ച് ബിഷപ്പിനെ എടുക്കുന്നു. ഇവിടെ റൂക്ക് വെച്ച് വീണ്ടും എടുക്കുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ബ്ലാക്കിന് ഇപ്പോൾ ഒരു 2 പോയിന്റ് അഡ്വാൻറ്റേജ് ഉണ്ട്. ഇനിയിപ്പോൾ വൈറ്റ് ചിലപ്പോൾ ഒരു പക്ഷേ ഈ റൂക്കിനെ എടുക്കുമായിരിക്കും അല്ലേ? നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യണേ? ഈ റൂക്കിനെ എടുക്കുമോ അതോ വേറെ എന്തെങ്കിലും മൂവ് കളിക്കുമോ? നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള അവസരമാണ്. ഇവിടെ നിംസോവിച്ച് കളിക്കുന്ന മൂവ് അതിഭീകരമാണ്. നിംസോവിച്ച് കളിക്കുകയാണ്. ദ ബ്രില്യൻ ക്വീൻ F6.
2 രീതിയിലുള്ള സാക്രിഫൈസ് ആണ്. ഒന്ന് ഈ റൂക്ക് ഇവിടെ ഹാങ്ങിങ് ആണ്, 2 ഈ ഒരു ക്വീൻ ഹാങ്ങിങ് ആണ്. ഓക്കെ, റൂക്കിനെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ നേരിട്ട് ചെക്ക്മേറ്റിനെന്ന് പ്രത്യേകിച്ചും പറയട്ടല്ലോ. ഇനിയിപ്പോൾ ക്വീനിനെ എടുത്തു കഴിഞ്ഞാൽ സംഭവിക്കും, ഇവിടെ എടുത്തു കഴിഞ്ഞാൽ റൂക്ക് ഇവിടേക്ക് വന്ന് G4ലേക്ക് വന്ന് ചെക്കാണ്, കിങ് മാറുന്നു, ബിഷപ്പ് വെച്ചിട്ട് ഒരു ഫാന്റാസ്റ്റിക് ചെക്ക്മേറ്റ്. അപ്പോൾ നിങ്ങൾ എത്ര പേരാ ക്വീൻ F6 എന്നുള്ള മൂവ് കണ്ടു നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം, അടുത്ത വീഡിയോയിൽ കാണാം.